ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും എന്തെടുക്കണേണ്? പണിയിലൊക്കെ ആയിരിക്കും അല്ലേ? ഞാൻ കുറച്ച് പണിയിലൊക്കെ ആയിരുന്നു. നമുക്ക് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതെൻ്റെ അമർമോൻ്റെ കുഞ്ഞിലെ ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഇന്നും കുറച്ച് പണിയിലൊക്കെ ആയിരുന്നില്ല, പണിയിലൊക്കെയാണ്. കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചൊക്കെ വാരിയിട്ട് ഇപ്പം ഞാൻ പണ്ടുള്ള ആൾക്കാർ ചെയ്യണ പോലെ, പണ്ടല്ല എപ്പോഴും ചെയ്യും, കുടയിൽ പിള്ളേരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വിരിച്ചിട്ടേക്കണേ കേട്ടാ. അപ്പം നമ്മൾ ഒതുക്കലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കണേ. രാവിലത്തെ പണിയല്ല, ഉച്ചക്കത്തെ പണിയൊക്കെ നമ്മുടെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ എല്ലാം ആയിട്ടുണ്ട്. അപ്പം അതേണ്ട ഞാൻ അടിച്ച് വാരിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വീഡിയോ എടുത്തത്. പിന്നെ നിങ്ങളോട് എല്ലാവരോടും പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഈ വീട്ടിൽ നമുക്ക് 4 മാസം കൂടി നിൽക്കാം. നമ്മളോട് 4 മാസം കഴിഞ്ഞിട്ട് മാറിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വാടക കൊടുക്കാനുള്ളത് ഇൻഷാ അല്ലാ അതൊക്കെ റെഡിയാക്കി നമ്മൾ കൊടുത്ത്. അപ്പം നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയാനുണ്ട്. കാരണം ഒരുപാട് പേര് ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ചിലപ്പം നിങ്ങൾ ഓരോരുത്തരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും നമ്മൾ ഓണർ നമ്മുടെ അടുത്ത് ആ പൈസ മേടിക്കാൻ കാരണമൊക്കെ. അപ്പം നമ്മളോട് എന്തായാലും പൈസ നമുക്ക് 6-ാം തീയതി കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും മാറിക്കൊന്ന് പറഞ്ഞിരുന്നാൽ മതി. അൽഹംദുലില്ലാ നമ്മൾ വാടക കാശ് കിട്ടിയിട്ടുണ്ട്. ചേച്ചിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്നലെ വന്ന് അത് മേടിച്ച്. അപ്പം അവർക്ക് സത്യം പറഞ്ഞാൽ ഇതിലും വാടകയിൽ കൂടുതൽ, ഇതിൽ ഞങ്ങൾ കൊടുക്കുന്നതിലും 1000 രൂപ കൂടുതൽ വാടകയ്ക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് അറിയില്ല, പടച്ചോൻ്റെ അനുഗ്രഹമാണോ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണോ എന്നൊന്നും എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ അറിയില്ല എന്നല്ല, കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഞാനും ഇടങ്ങേറായി. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നല്ല ഓർമ്മകളുള്ളൊരു വീടാണ് കേട്ടോ എനിക്ക്. ഒരുപാട് സങ്കടങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളും ഒക്കെ എനിക്ക് തന്നിട്ടുള്ള നല്ലൊരു വീടാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകം ഞങ്ങൾ താമസിച്ച വീടുകളിൽ ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ നമ്മളെ അടുത്തുള്ളവരെ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് ഓരോ വീടുകൾ തോന്നുമല്ലോ, നമുക്ക് ഒരു നല്ല ഇതും മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. എനിക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതെന്തോ മനസ്സിലൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ആ രാവിലത്തെ പണിയൊക്കെ എൻ്റെ കഴിഞ്ഞ് ഇന്നൊന്ന് അടുക്കള വരെ എത്തിയിട്ടുണ്ട്. പാത്രങ്ങളെല്ലാം കഴിഞ്ഞ് അമറും പാത്തവും സ്കൂളിൽ പോയപ്പോൾ പണിയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ രാവിലെ അലക്കലും വെള്ളമെടുക്കലും, വെള്ളമൊന്നും വരില്ല, വെള്ളം ഇന്നലെയായിരുന്നു, അലക്കലും അടിച്ചുവാരലും ചോറുക്കലും കറിവെക്കലൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു തന്നത് നിങ്ങൾക്കപ്പോൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ. കാരണം ഞാനും ഒരുപാട് ഇടങ്ങേറായിട്ടിരിക്കണമായിരുന്നു. എന്ത് ചെയ്യും റബ്ബേ, പെട്ടെന്ന് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് എങ്ങോട്ടേക്ക് പോകും എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് ഞാൻ വിഷമിച്ച് നിൽക്കണമായിരുന്നു. അപ്പോഴായിരുന്നു നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് മെസ്സേജ് അയച്ചത്. ഒരുപാട് നന്ദി. അപ്പോൾ നമ്മൾ 15-ാം തീയതി വരുമ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 മാസമാകും. അപ്പം അൽഹംദുലില്ലാ ആ 2 മാസത്തിൽ എനിക്കിപ്പോൾ 515 പേര് എൻ്റെ ഫ്രണ്ടായിട്ടും അല്ലെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പായിട്ടും കൂട്ടായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ മുമ്പോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ കൊച്ചു വീഡിയോസ് കാണുകയും അതിന് തെറ്റായാണെങ്കിലും നല്ലതാണെങ്കിലും ഒക്കെ നിങ്ങൾ കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യണം. അതൊക്കെയാണ് എനിക്ക് മുൻപോട്ട് ഒരു പ്രചോദനം. അപ്പോൾ പിന്നെ എന്താ പറയുക, യൂട്യൂബിനെ കുറിച്ച് ഒരു ABCD അറിയാത്തിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അൽഹംദുലില്ലാ ഇപ്പോൾ എനിക്ക് ഓരോ ദിവസം ഇപ്പോൾ യൂട്യൂബ് മറ്റുള്ളവരെ വീഡിയോസ് കണ്ടിരുന്ന ഒരാൾ എൻ്റെ വീഡിയോസ് മറ്റുള്ളവർ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം, ഒന്നുമില്ലാത്തൊരു സന്തോഷമുണ്ട് കേട്ടോ. കാരണം അമർ പാത്തൂസ് എന്ന പേരടിക്കുമ്പോൾ എൻ്റെ മക്കളെ പേര് യൂട്യൂബിൽ വരലോ, അവരെ വീഡിയോസ് മറ്റുള്ളവർ കാണാൻ പറ്റലും, അത് എൻ്റെ മക്കളെ ഓരോ പ്രകടനങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഓരോ ഇത് കണ്ടിട്ട് എല്ലാവരും കമൻ്റ് അയക്കലൊക്കെ. ഇപ്പം ഈ 515 പേര് ഞങ്ങളറിയാനും ഞങ്ങളെ
സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളത് ഒരുപാട്. എന്നെ സംബന്ധിച്ച് ഒരു വീട്ടിലിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം അൽഹംദുലില്ലാ എല്ലാവരും ഈ സപ്പോർട്ടും എന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒരിക്കൽ കൂടി പറയണതാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട നമ്മളെ കൂടെ ഈ ലോകം മുഴുവൻ ഉണ്ടാവും അല്ലേ. നമ്മൾ കഷ്ടപ്പെടാൻ നമ്മളെ മനസ്സിൽ ഞാൻ കഷ്ടപ്പെടും, എനിക്ക് കഷ്ടപ്പെട്ട് എന്തെങ്കിലും നേടണമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ ഇൻഷാ അള്ളാ അത് നമ്മുടെ ലോകം മുഴുവനും നമ്മുടെ പടച്ചവന് നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മൾ കഷ്ടപ്പെടാനുള്ളൊരു മനസ്സ് കൂടി നമുക്ക് ഉണ്ടാവണം അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ ആഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാം എന്നെ പോലെ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കണം എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് ഓൾ ദ ബെസ്റ്റ്. പിന്നെന്താ പറയുക, ഇപ്പം എനിക്ക് യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബ് ചാനലിൽ ഒന്നും അറിയാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ എനിക്ക് ഒരുപാട് പേര് എനിക്ക് ഇന്നത് ചെയ്യും മോളെ, അല്ലെങ്കിൽ തംബ്ലൈൻ കൊടുക്കും മോളെ, അപ്പം നന്നായിട്ട് റീച്ച് കിട്ടും എന്നൊക്കെ ഒരുപാട് പേര് എനിക്ക് കമൻറ്റിലൂടെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പം പിന്നെന്താ പറയുക, ഞാൻ എൻ്റെ ഒരു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്ക് കഷ്ടപ്പാട് താങ്ങാൻ കഴിവുള്ളവനിക്ക് റബ്ബ് പിന്നെയും കഷ്ടപ്പാട് കൊടുക്കുള്ളൂ. അപ്പോൾ കഷ്ടപ്പാടും സങ്കടങ്ങളും എല്ലാം താങ്ങാൻ എനിക്ക് കരുത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു ഞാൻ ആഗ്രഹിച്ച പോലൊരു ജീവിതം എനിക്ക് കിട്ടിയിട്ടാ. ആശിച്ച പോലൊരു ജീവിതം പടച്ചവൻ തരുമെന്ന് ഞാൻ എന്ന് മനസ്സിലോർപ്പിക്കുന്നുണ്ട്. മനസ്സിൽ ആ ഒരു വിശ്വാസമുണ്ട്. എനിക്കറിയാം, കാരണം കഷ്ടപ്പെട്ടാൽ കിട്ടാത്തതായിട്ട് നമുക്ക് ഈ ലോകത്തൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ ബൈ ബൈ. അപ്പം ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.